ഇങ്ങനെ തന്നെ പോണോ അല്ലേ പരിപാടിക്ക്? സഹൃദയക്കല സ്നേഹികളെ, എന്റെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മറ്റൊരു ഘടകം അല്ല ഭാഗം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. കുഞ്ഞാവയായിരുന്ന കാലം മുതലുള്ള ആഗ്രഹം എന്റെ അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. അത് കഴിഞ്ഞ് പറഞ്ഞ് എനിക്കും ആഗ്രഹമായി. അങ്ങനെ എന്റെ വണ്ടി നിറയെ ഇൻസ്ട്രുമെന്റ്സ്, എല്ലാം പുത്തൻ ഐറ്റംസ്. ഇനി ഇതൊക്കെ ഓരോന്ന് ആ ക്ലാസ്സിൽ നടരാജിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് ബോങ്കോസ്. പിന്നെ ഡ്രം ടേക്കർ വേണ്ടേ നിനക്ക്? നാളെ പോലെ ഒരാളുണ്ട് കൂടെ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇല്ല പാറു, പിന്നെ മോന്റെ ആഗ്രഹങ്ങൾ പെർഫെക്ഷനിസ്റ്റ്. പറഞ്ഞാ മാത്രം പോരാലോ, അതെ, പ്രവൃത്തിയിലും കൂടെ വേണ്ടേ? നാളെ ചെട്ടിക്കുളങ്ങര അമ്പലത്തിലാണ് ഉദ്ഘാടനം. അതെ, ചെട്ടിക്കുളങ്ങര പരിപാടിയിലാണ് ഉദ്ഘാടനം അല്ലേ പാറു? ചെട്ടിക്കുളങ്ങര അമ്മയുടെ തിരുസന്നിധിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം. അതെ, ആദ്യമായിട്ട് ആകാശ് വായിക്കാൻ പോണത്. കനുണ്ടാ? ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ നേരത്തെ പോണോ അല്ലേ ഡ്രം കിറ്റ് ആയിട്ട്? അമ്മ തോന്നിക്കൂ മിക്കവാറും അതൊക്കെ ആരാണോ ആർട്ടിസ്റ്റ് അയാളുടെ ചുമതലയാണ് അതൊക്കെ. എന്റെ ഇൻസ്ട്രുമെന്റ് ഞാൻ കൊണ്ടുപോകും. സ്റ്റാൻഡുകൾ. ഡാൻസുകാരിക്ക് ഇത്ര സാധനങ്ങൾ വേണ്ടല്ലോ ആകാശേ. ഇനിയിപ്പൊ ഡാൻസുകാരി വിളിക്കുമ്പോ ഒരു കുശുമ്പുണ്ടാവും. നീ ഇതിനൊക്കെ ബാഗ് തയ്ക്കാൻ കൊടുക്കണേ. അതുകൊണ്ട് ഇനി ബാഗ് വേണ്ടേ? ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ 8 മണി പരിപാടിക്ക് സാധാരണ നമ്മൾ 6 മണി അവിടെ എത്തുന്നു, 7 മണിക്ക് സ്റ്റേജിൽ കയറുന്നു, അങ്ങനെയാണ്. ഇതിപ്പോ അത് പറ്റൂല. ഇത്രയും സാധനങ്ങൾ വയ്ക്കാൻ തന്നെ 2 മണിക്കൂർ വേണം സ്റ്റേജിൽ. അതെ, ഇതൊക്കെ മറ്റേ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണ്ടേ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നോവയുടെ ബാക്കിൽ 2 സീറ്റ് മടക്കിയിട്ടാലും കൊള്ളാത്ത വിധത്തിലുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഭഗവാൻ അനുഗ്രഹിച്ചോ. എന്താ മോനെ? തീർച്ചയായിട്ടും. മോനെ അല്ല, അവന്റെ ഒരു ജീവിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ്, അവന്റെ തൊഴിലിന്റെ ഭാഗമാണ്. അപ്പൊ അവന് ആവശ്യമുള്ള സാധനങ്ങൾ വേണമല്ലോ. ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം. ഇനിയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയവൻ. അപ്പൊ ഒന്ന് ഒറ്റയ്ക്ക് അത് ചരിച്ചിട്ടിട്ട് അത് എടുത്തിട്ട് മുകളിലാക്കിയാൽ മതി. പതുക്കെ തിരക്ക് പിടിക്കണ്ട. സഹായിച്ചൂടെ? എന്താ അവിടെ ക്ഷീണിച്ചോ? ഒരെണ്ണം എടുത്തപ്പോഴത്തേക്കും എന്തൊട്ടാ കുടിക്കണേ? ഇത്തിരി ജീരകം, പിന്നെന്തൊക്കെയാണ് ദാഹശമനി ഒക്കെ ചേർത്തിട്ടുള്ളൊരു വെള്ളം. കാണിച്ചെടുത്തേ സാറു. വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കൂല. തണുത്ത പെപ്സി മേടിച്ചേക്കണതാ. പിന്നെ ക്ഷീണിക്കില്ലേ? എന്തായി കഴിഞ്ഞാ? ഇന്നില്ലേ? ഇനിയിപ്പോ അടുത്ത 1 മാസം കൊണ്ട് കഴിഞ്ഞിട്ട് വേറെ മേടിക്കും. ഓക്കെ, 1 മാസം കഴിയുമ്പോൾ വേറെ മേടിക്കണോ? വരും. ബാക്കി സാധനങ്ങളില്ലേ? ഇനി വരും, അകത്തേക്ക് പോവാം. ഇനി അത് കാണണ്ടേ? ഇരിക്കണ റെഡിയാകും. എന്റെ പാഡിന്റെ ബാഗ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ പുതിയ ബാഗും മേടിച്ചു. കഴിഞ്ഞ ദിവസേ ഇരിങ്ങോൾക്കാവില് പരിപാടിക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴേ സ്റ്റേജിലിരുന്നു ഇതിന്റെ അഡാപ്റ്റർ കുത്തി ഓണാവണില്ല. അയ്യോ, ഇതോലെ വേർത്തോണ്ടിരുന്നിട്ട് അവിടെ സകലമാന ദൈവങ്ങളെ വിളിച്ചിട്ട് അവസാനം അതിന്റെ വയറൊന്ന് മടക്കിയിട്ടൊന്ന് ടേപ്പ് ചുറ്റിയപ്പോ, ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയപ്പോ ഓണായി. അപ്പൊ അത് കാരണം ഇത്ര സാധനങ്ങൾ കിട്ടിയില്ലേ? കാരണം അതായത് എത്ര സാധനങ്ങൾ ടെൻഷൻ അടിച്ച കാരണം. അല്ലെങ്കിൽ അത് അല്ല, ഒരു അഡാപ്റ്റർ മേടിക്കാൻ പോയത് ഞാനാ. ഇത്രയും സാധനങ്ങൾ മേടിച്ചു. അല്ല കേട്ടോ, അത് മേടിക്കാൻ വേറെ ദിവസം പോയതാ. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചാ. ഭഗവാൻ എന്നാ ഭഗവാൻ. This is my rhythm pad. യമഹയുടെ DTX Multi 12. ഇതാ കലാകാരൻ്റെ കീഴിലുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പാഡ്, rhythm pad.
ഇത് ഇത്തിരി ലൊടുക്ക് വിദ്യകളാണ്. ഇത് ഞാൻ താമ്പുരിൻ അല്ലെങ്കിൽ ടൈമിങ് അല്ലെങ്കിൽ ഹൈ ഹാറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ കാലുകൊണ്ട് ഞെക്കാൻ ആരും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് സസ്റ്റെയിൻ ബട്ടലാണ് കീബോർഡിൻ്റെ എൻ്റെ വക ഒരു കണ്ടുപിടുത്തം. കാലത്ത് എൻ്റെ സ്റ്റിക്കുകൾ ഒരാവശ്യമില്ല, ഇത്രയും സ്റ്റിക്കിൻ്റെ 2 സ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ. ഒരു കയ്യിലും വയ്ക്കാൻ. ഇനി അഥവാ ഏതെങ്കിലും പരിപാടിയുടെ സമയത്ത് അങ്ങനെ ഒടിഞ്ഞു പോയാൽ സ്പെയർ വേണ്ടതെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ ഈ പോക്കിൽ മേടിച്ചതാണ് 2 പ്രോമാർക്കിൻ്റെ 5A ആണത്. ബാക്കിയെല്ലാം 5B ആണ്. ഇന്നൊരു ചുവന്ന സ്റ്റിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മേടിക്കാമെന്ന് നോക്കി അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മ അങ്ങനെ കാണിച്ചു. അല്ലെന്നേ ഇത്രയും എടുത്തു വെച്ചിട്ട് പിന്നീട് ചുമപ്പ് മേടിക്കണേ. ഞാൻ കണ്ടുപിടി കാണിച്ചാൽ അപ്പോൾ ഒരു 5A പരീക്ഷിച്ച് നോക്കാന്ന് വെച്ചിട്ടാ. 5A ആകുമ്പോൾ ഇത്തിരി വെയിറ്റ് കുറവുണ്ട്. 5Bയിലും അപേക്ഷിച്ച് നോക്കുമ്പോൾ 5Aക്ക് ഇത്തിരി വെയിറ്റ് കുറവാണ്. അപ്പോൾ പരീക്ഷിച്ച് നോക്കാന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത്ര ഉള്ളു പാഡിൻ്റെ വിശേഷങ്ങൾ. വലിയ വെട്ടി നമുക്ക് അവസാനം ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങും. ദിസ് ഈസ് ദർബൂക്ക. ദർബൂക്കയുടെ മിനി വെർഷനാണ്. ശരിക്കുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വലുതാണ്. ഇത് ശരിക്കും അറേബ്യൻ ടച്ചുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അടുത്തത് പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ നല്ലൊരു ഭംഗിയുള്ള എൻ്റെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കളർഫുൾ ആയ ഒരു വാദ്യം ജംബെ. ജംബെ ഏകദേശം ദർബൂക്കയുടെ ഒക്കെ പോലെ ആണ്, പക്ഷെ അതിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഐഗിരി നന്ദിനി നന്ദിത മേദിനി ശബാഷ്. ഇനി എന്റെ ആശാൻ സ്റ്റേജിൽ നിന്ന് എന്നെ തെറി പറയുമോ എന്നുള്ളത് കണ്ടത്. ബാലപ്പയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അതെ, അവന്റെ എല്ലാ തോന്നിവാസനും കൂട്ടു നിൽക്കാൻ പറ്റിയ ഒരു ആചാര്യാണ് അവനെ ഇട്ടിരിക്കുന്നത്. അരുമ ശിക്ഷനല്ലേ ബാലകൃഷ്ണ കമ്മത്തിന്റെ. എന്ത് നിർമ്മാണിച്ചാലും നെക്സ്റ്റ് എന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും, ബാധ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അടുത്ത ഇനി സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം കാണിക്കാം. ആയിക്കോട്ടെ. ഇത് ഏതിന്റെ സ്റ്റാൻഡ്? അതെന്തോട്ടാ? ബോങ്കോസിന്റെ സ്റ്റാൻഡാണ്. ബോങ്കോസ് സ്റ്റാൻഡ്. നീ ഇതിപ്പോ പരിപാടി സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യണമെന്നായിരിക്കും. ഒരു ഡ്രം ടേക്കർ വയ്ക്കാം ആണെങ്കിൽ ശരിയാക്കാം. കോളേജിലുള്ള ഒരു പയ്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ കഴിഞ്ഞാൽ അവനാകുമ്പോ എന്റെ മസാല എന്താ കത്തി വേണമെന്ന് പറഞ്ഞു പൊട്ടിക്കേ. ഞാൻ വഴുതനങ്ങ കത്തി കൊണ്ട് കൊടുത്തു. സ്റ്റാൻഡ് സെറ്റ് ചെയ്യൂ. ഇതാണ് അതിന്റെ സ്റ്റാൻഡ്. എന്തോട്ടാ? ദിസ് ഈസ് ബോങ്കോസ്. ബോങ്കോസ്. അച്ചാച്ചന്റെ കഥാപ്രസംഗത്തിന് പണ്ട് ബോങ്കോസ് വായിച്ചിരുന്ന കലാധരൻ ചേട്ടൻ. ന്യൂ വേർഷൻ ഓഫ് ബോങ്കോസ്. ട്യൂണൊക്കെ ചെയ്യണം. ഇപ്പൊ തൽക്കാലം ട്യൂൺ ചെയ്യാതെ ഒന്ന് കേൾപ്പിക്കും. Congratulations. ഇതൊന്ന്. This is the stand of the റോട്ടോടോംസിന്റെ സ്റ്റാൻഡ്. ഓക്കെ. പ്ലീസ് ബി സെറ്റഡ് ദയർ. പരിപാടി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ പാക്ക് ചെയ്യാൻ. നിനക്കാണെങ്കിൽ പ്രത്യേകിച്ച്, ഞാനാണെങ്കിൽ 2 മിനിറ്റ് വേണ്ട.
പണ്ടേ ദുർബല. ഇപ്പൊ ബാക്കി കമന്റ് ആയിട്ട് പറഞ്ഞോളും. മിക്കവാറും വരും. ഓ ഇങ്ങനെയാണോ? എന്നാണ് വാച്ച് കെട്ടിയേക്കണ? അല്ല അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊടുത്ത് താഴെ ഇടാം. അതുകൊണ്ട് മോന്റെ വാച്ചാണ്. മോന്റെ വാച്ചോ? മോന്റെ വാച്ചല്ല, മോന്റെ വാച്ചല്ല. അച്ഛനോടുത്ത വാച്ചാണ്. അത് മോനെടുത്ത്. കൊഞ്ചനം തരടാ. ആകാശ് വിചാരിച്ചോ ഇന്ന് ഈ സാധനങ്ങളൊക്കെ കിട്ടും? ഇല്ല. എന്തെങ്കിലും അച്ഛൻ മേടിച്ചിരുന്നറിയായിരുന്നു. I am so thankful to my parents. ഇംഗ്ലീഷ്. This is the stand for this roto. This is the stand for this. Roto. റോ ഇയാൾക്ക് പറഞ്ഞേക്കാ. Roto. റോട്ടോ Rototoms. റോട്ടോടോംസിന്റെ സ്റ്റാൻഡാണിത്. മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ഞാൻ അവനിപ്പോ മലയാളം പറഞ്ഞ പോലെയാണല്ലോ പറഞ്ഞത്. വല്ലാണ്ട്. 2 പൊറോട്ട കൂടുതൽ കഴിക്കേണ്ടി വരും അല്ലേ അടുത്ത പരിപാടിക്ക്? മാനേജർ എന്താണ് മിണ്ടാണ്ട് നോക്കിയിരിക്കണേ? ബുബ്ബയ്ക്ക് കൊടുത്ത ബുബ്ബ പൊട്ടി കാണിച്ചാല് ഇവിടെ വെച്ചാലെല്ലാം ബുബ്ബ ശരിയാക്കി തരും. ഇനി എന്താ? അറ്റ് ലാസ്റ്റ് ഏറ്റവും അവസാനമല്ല, ഇനി നമ്മൾ വാങ്ങിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. എന്താന്ന് പറയൂ? അതെനിക്ക് ഇഷ്ടമല്ല. ഏത്? ഇതാ. നോക്കടുന്നു. പൊട്ടിക്കണ സാധനമുണ്ട്. തരില്ല. പൊട്ടിക്കണ പെട്ടപ്പെട്ടേ പൊട്ടിക്കണ സാധനങ്ങളാണ്. ഇതാ ഉമ്മാരെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ്. അപ്പൊ പാവങ്ങളിന്ന് ഉച്ചയ്ക്ക് ഊണും കൂടി കഴിക്കാണ്ട് നമുക്ക് വേണ്ടി നിന്ന് സംഗീത മഹല്ല കുഞ്ഞുങ്ങൾ. പൊട്ടിക്കൂല്ല, ബാറുവിന് കളിക്കാൻ തരാം. കിട്ടി കിട്ടി കിട്ടിന്ന് വെച്ചേപ്പിക്കാനല്ലേ? കരയണ്ടാട്ടാ, തരാം. അതെ, ആ വിളികാരനത് മേടിക്കാൻ പറ്റിയ? അയ്യോ, ആയാ ഇതെന്റെ അമ്മയ്ക്ക്. അമ്മ കളിച്ചാ? പൊട്ടിക്ക് ഒരു 5-6 ഒരുമിച്ച്, എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. 5-6 ഒരുമിച്ച് പൊട്ടിക്ക് പിടറേന്ന്. ബലം കിട്ടണില്ല കൈക്ക്. പൊട്ടണില്ല. ആ, ഇത് ഒരു വല്ലാത്ത അനുഭൂതിയാണ്. സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല. സെറ്റ് ചെയ്യണം. അമ്മ ഉണ്ടല്ലോ ഡ്രം ടേക്കർ കൂടെ സഹായിക്കാൻ കേട്ടോ. അതിലേതെങ്കിലും സാധനം പാറുവട്ട. അവന് ഒരുപാടേ എല്ലാ സ്റ്റാൻഡും കൂടെ ഒരുമിച്ചാക്കിട്ട് ബാഗ് തയ്ച്ചപ്പോൾ മതി. ഡ്രം ടേക്കർ അല്ല, ഡ്രമ്മർ ടേക്കറാണ് പാറു. ഡ്രമ്മർ ടേക്കറാണ്. ഈ ഡ്രമ്മറിനെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. This is direct import from Thailand. ഓ, തായ്ലൻഡിൽ നിന്ന് വന്ന ആളാണത് എന്നാണ് അവര് പറഞ്ഞത്. അതെ, അതായത് നമ്മുടെ ഇവിടെ നിന്ന് വന്നതിനൊക്കെ ഇതേമാതിരി പ്ലാസ്റ്റിക് ആയിരിക്കും. തായ്ലൻഡിൽ നിന്ന് വന്നുകൊണ്ട് പടക്കം പൊട്ടിക്കുന്ന സാധനമുണ്ട്. പട്ടറ പട്ടറ പട്ടറ. നെക്സ്റ്റ് ഐറ്റം. This is the തുമ്പ. പതുക്കെ 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 പാത്ത് പാത്ത്. ഈ സാധനമൊക്കെ മേടിച്ചിട്ട് നീ ആദ്യം ആരെ വിളിച്ചേ? ബാലുമാഷ്. റോമാഷ് പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കണം, പിന്നെ വിളിക്കാം.
മിതോ അവള് വാട്സപ്പിലുള്ള സ്റ്റിക്കർ മുഴുവൻ എനിക്ക് അയച്ചിട്ടുണ്ട്. ദേഷ്യത്തിന്റെ ആണോ? ഇടത്തെ കൈ കൊണ്ട് മുറിക്കണമെന്നൊന്നും തോന്നരുത്. ബേസിക്കലി അമ്മ ഇടത്തന്, ലെഫ്റ്റ് ഹാൻഡറാണ്. ബട്ട് മൃദംഗം വായിക്കൽ, ഭക്ഷണം കഴിക്കൽ, എഴുതൽ എല്ലാം റൈറ്റ് ആണ്. ഇതുപോലെ എന്തെങ്കിലും ഭാരപ്പെട്ട പണികളുണ്ട്. ഇതിനെന്താ ഭാരപ്പെട്ട പണി? ആയുധം വെച്ചിട്ടുള്ള കളിയില്ലേ? ദ മെയിൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഐ ബൈ ടുഡേ പയ്യാണോ ബോട്ടാണോ? ബോട്ട് എന്തിലാട്ടെ വരുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഹൈ. ടീച്ചറോടാ? ഹെൽപ്പ് ചെയ്യാൻ ഇല്ല, ഇല്ല, ഞാൻ help ചെയ്യില്ല. ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ. ടൺ ട ടൺ ട ഡിം ട ടോൺ ട ടോൺ. ടൺ ട ടൺ ട ഡിം ട ഡിം. This is തുമ്പ. തുമ്പ താഴ്ത്ത് വയ്ക്കില്ലേ? LPയുടെ ആണ്. സാൻഡ് ഒന്ന് വയ്ക്കേ. This is a branded one. ബ്രാൻഡഡ് തുമ്പ. One of the costly ആണ്. One of the costly ആണ്. മേടിച്ചതിൽ ഏറ്റവും വില കൂടിയ ഐറ്റം. ഇനിയിപ്പോ ഇതൊക്കെ അണ്ണന്മാരെ കുറെ കാണിക്കാനുണ്ടല്ലോ. ഏതൊക്കെ അണ്ണനെ കാണിക്കാനുണ്ട്? പാച്ചുവെണ്ണ, ആ. ബാലുവെണ്ണ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇതിലൊക്കെ. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സോറി എൻ്റെ മാറി ക്ഷീണിച്ചു. ആണോ? മിസ് ഈ 4 ബട്ടർഫ്ലൈ എന്തായാലും ഒരു സ്പെയർ 4 മേടിച്ച് വെക്കണം. കാരണം എന്താ എപ്പോഴാണ് എങ്ങനെയാണ് എങ്ങനെയും മിസ്സായാലും അങ്ങനെ മിസ്സാവൂല. മിസ്സാവാനല്ലല്ലോ ഇതൊക്കെ കൊണ്ട് മേടിക്കണത്. ഞാൻ LKG കുട്ടിയുമല്ല. ഇതൊന്ന് കൈ കൊണ്ട് താങ്ങാൻ എനിക്ക് അടുത്ത പെട്ടി പൊട്ടിക്കാൻ പോകുന്നത്. അവിടെ ഒന്ന് തൊട്ടിരിക്കാൻ. എനിക്കിത് പൊട്ടിക്കണ്ടേ? അവിടെ ഇത്തിരി അടുത്തിരുന്നിട്ട് അങ്ങനെ പൊട്ടിച്ചോ. പൊട്ടിക്കാൻ പറ്റില്ല. കസേര നീക്കിയിടേ. വേണ്ട. കാരണം ഇത് ഇങ്ങനെ ചെരിഞ്ഞു. അമ്മ ഒന്ന് കൊട്ടിയേ. പണ്ട് ഞാൻ പഠിപ്പിച്ച മൃദംഗത്തിന്റെ ടാക്കിട്ട കിട്ടത്തക്ക ടക്കത്താറ്റി കിട്ടത്തക്ക അത് നിങ്ങളെ കല്യാണം കഴിച്ചപ്പോ ഞാൻ മറന്നു. അല്ലിപ്പൊ ഒന്ന് കൊടുത്തു അതുമേ. കല്യാണം ടാക്കിട്ട കിട്ടത്തക്ക ടക്കത്താറ്റി കിട്ടത്തക്ക് വായിക്ക് പാറും. അറിഞ്ഞൂടാ. അമ്പാ ഒന്ന് വായിക്കും ഒരു പ്രാവശ്യം. അറിയില്ലെന്നേ. This is Next. Second one. There are 2 tones are there. yeah. എന്റെ പൊന്നെ വെറുപ്പിക്കല്ലേ കണ്ടോ? ആമേ കറക്റ്റ്. ഇത് നമ്മുടെ വീഡിയോ ഇംഗ്ലീഷുകാർ കണ്ടോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഓ ഐ സി. സാധനം അവിടെ വരണം അമ്മ വരണം ചേട്ടൻ. എൽപിയാണ് എൽപി. താക്കിരക്കെടുത്ത് കതരിക്കെടുത്ത് ഒന്ന് വായിച്ചേ. ആറു അറിയില്ലാന്ന്. ഇതാണ് എൻ്റെ ഓർമ്മ. ഞാൻ അട്ടുകാഴ പോയിട്ട് എടുത്തിട്ടേ വേഷം കണ്ടറാ. ഓലെ വണീന്റെ ഒരെണ്ണത്തിന്റെ ചിഹ്നം ഇപ്പുറത്ത് വന്ന് ഒരെണ്ണത്തിന്റെ ചിഹ്നം അപ്പുറത്തായില്ല. അങ്ങനെയാണ് LP. ആ ആണോ? ഇങ്ങനെ ഇത് പിടിപ്പിക്കാനുള്ളതേ ഉള്ളൂ. ഐ സി. ഇത് കൊട്ടി കാണിച്ചു കൊടുക്കണം. കാർഡ് നമുക്ക് സ്റ്റേജിൽ കാണിക്കാം. പറയാൻ പറഞ്ഞ ആകാശം കഴിച്ച ദിവസം എനിക്കൊരു സാധനം മേടിച്ചു തന്നെ. എന്തായിരുന്നു? ഗ്രൈൻഡർ. ആ ഗ്രൈൻഡർ മേടിച്ചു കൊടുത്ത ഞാനേ പണ്ട് മുതലേ പറയും ഇഡലി മിക്സിയിൽ അരയ്ക്കുമ്പോഴേ ചൂട് കയറുമല്ലോ. ആ ഇഡലിക്ക് അതൊരു ഒരു 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 ഗുമ്മുണ്ടാവില്ല. പണ്ട് മുതലേ പറയും കണ്ണട്ടം മേടിച്ചതേ ഇല്ല. വീട് താമസം കഴിഞ്ഞപ്പോഴും പറഞ്ഞു, അപ്പോഴും മേടിച്ചത്. നല്ല അരകല്ലും മാട്ടുകല്ലും ഉണ്ട് ഇവിടെ. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നത്. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. മാടുമേക്കും കണ്ണേ നീ പോക
കുറച്ച് പണികളും കൂടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ. അയ്യോ എവിടെ സ്റ്റിക്ക് എവിടെ? ചെന്നൈയിൽ നിന്ന് കൊറിയോഗ്രാഫർ ആണോ? അതെ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ അല്ല, എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നിങ്ങളെ അറിയിക്കണമല്ലോ. തീർച്ചയായും. എന്റെ കോലം കണ്ടിട്ട് പേടിക്കണ്ട. അലച്ചിന്റെയും തിരിച്ചിന്റെയും ഭാഗമായിട്ട് വേർത്ത് കുളിച്ച് ശരിയായതാണ്. അതെ, അധ്വാനിച്ചു. ഈ അധ്വാനം എല്ലാ സ്റ്റേജിലും കാണാൻ പറ്റും. വേർത്ത് കുളിച്ച് ഇരിക്കുന്ന ആകാശം. അപ്പൊ ചെട്ടിക്കുളങ്ങളിൽ നമ്മുടെ ഉദ്ഘാടനം മുന്നേ എന്തായാലും സ്റ്റേജിൽ ഞാൻ 2 മണിക്കൂർ മുന്നേ കയറേണ്ടി വരും. ഇറങ്ങാൻ നേരത്തെ 2 മണിക്കൂർ മുന്നേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം. താങ്ക് യു. ഇത് മേടിച്ചത് സംഗീത മഹാലിൽ നിന്നാണ്. സംഗീത മഹാൽ എറണാകുളം തിരുവനന്തപുരത്തുള്ള സംഗീത മഹാൽ. അവിടുത്തെ ശ്രീകുമാരേട്ടൻ അത്യാവശ്യം നമുക്ക് വേണ്ട വിധത്തിലൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. തീർച്ചയായും. അപ്പോ പുതിയ വീഡിയോ ആയിട്ട് നടക്കണം. ആരാണ് നിനക്ക് സജസ്റ്റ് ചെയ്തത്? പാച്ചു പ്രശാന്ത് ഓഫ് ഇന്ത്യ. പാച്ചു പ്രശാന്താണ് ഇതൊക്കെ സജസ്റ്റ് ചെയ്തത്. ഇതൊക്കെ മേടിച്ചു വെക്കാൻ പറഞ്ഞത്.